ഈ നെട്ടൂരിലെ ലോട്ടറി കടയിൽ ഉണ്ടോ ലതീഷ്? അവിടേക്കാണോ ആജ്ഞ ഇപ്പോൾ പോകുന്നത്? തീർച്ചയായിട്ടും ആര്യ, നമ്മൾ ലൊക്കേഷൻ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. നെട്ടൂരിലുള്ള അദ്ദേഹത്തിന്റെ ലോട്ടറി കടയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നിരുന്നാൽ പോലും അതായത് ഈ വളരെ ഒരു ആകസ്മികമായി എന്ന് പറയുമ്പോഴും ഭാഗ്യം അങ്ങനെയാണല്ലോ, അങ്ങനെ സംഭവിക്കുമ്പോഴും വളരെ നിരന്തരം അദ്ദേഹം നിൽക്കുന്ന ലോട്ടറികൾക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജൻസിക്കും ഒക്കെ ഇത്തരത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇനിയും എന്തായാലും മറ്റു ടിക്കറ്റുകൾ കൂടി അദ്ദേഹത്തിന് വിറ്റതുണ്ടോ എന്നുള്ള കാര്യത്തിലും കൺഫേം ചെയ്യാൻ, അത് ചെറിയ പ്രൈസുകൾക്കുള്ളതൊക്കെ ഒരു പക്ഷെ ഉണ്ടാകുമായിരിക്കും. എന്നിരുന്നാൽ പോലും ആര്യ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ഭാഗ്യ ഏജന്റായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ആജ്ഞ ലതീഷിനെ തേടിയുള്ള യാത്രയിലാണ്. നെട്ടൂരിലെ ലതീഷിന്റെ ലോട്ടറി കടയിലേക്ക് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആജ്ഞ അവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ ലതീഷിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ലതീഷ് പറയും ആർക്കാണ് ആ ടിക്കറ്റ് താൻ വിറ്റത് എന്നുള്ളത്. അപ്പോൾ ആ ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തത്തിനായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ലതീഷ് വിറ്റ ആ ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് നമുക്ക് ഈ നിമിഷം അറിയില്ല. പക്ഷേ ലതീഷ് ഒരു ഭാഗ്യ ഏജന്റ് ആണ് എന്നുള്ളത് അടിവരയിടുകയാണ് ഈ ഓണം ബമ്പർ കൂടി പുറത്തു വന്നതോടുകൂടി. കാരണം കഴിഞ്ഞ മാസം 1 കോടി രൂപയുടെ ഒരു സമ്മാനത്തുക അടിച്ച ടിക്കറ്റ് വിറ്റതും ലതീഷ് തന്നെയാണ്. അത് കഴിഞ്ഞ ഒരു 1.5 മാസം ആകുമ്പോഴേക്കും ഇതാ 25 കോടി രൂപ, കേരളത്തിലെ തന്നെ ലോട്ടറിയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ 25 കോടി രൂപയുടെ അഭാഗ്യ ടിക്കറ്റ് വിറ്റ ഏജന്റായിട്ട് ലതീഷ് മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ലതീഷിനെ സംബന്ധിച്ചും ഇത് വലിയ സന്തോഷത്തിൻ്റെയും സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. ഇപ്പോൾ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു കേരളം ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ 21 കോടീശ്വരന്മാരെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് എന്നുള്ളത്. പക്ഷെ അല്ല, 21 അല്ല, 22 ഉണ്ട്. കാരണം ലതീഷിനും അതിൻ്റെ കമ്മീഷൻ തുകയായി ആ ഒരു വലിയ തുക ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ 22 കോടീശ്വരന്മാരെയാണ് ഈ തിരുവോണം ബമ്പറിലൂടെ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റ് സമ്മാനങ്ങളുടെ ആ ഒരു രീതികൾ കൂടി നമുക്കൊന്ന് നോക്കാം. 2ാം സമ്മാനമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 പേർക്കാണ് ഓരോ കോടി രൂപ വീതം ലഭിക്കുന്നത്. 3ാം സമ്മാനം 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 4ാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പരമ്പരകൾക്കും 5ാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 10 പരമ്പരകൾക്കും നൽകുന്നുണ്ട്. പിന്നീട് 5000, 2000, 1000, 500 രൂപയുടെ പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. അങ്ങനെ വലിയൊരു തുകയുടെ സമ്മാനം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് ബമ്പറാണ്, ഒരു തുക സമ്മാനിക്കുന്ന ഒരു ലോട്ടറിയാണ് നമ്മുടെ ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള പല ഈ ഭാഗ്യാന്വേഷികളെല്ലാം ഈ തിരുവോണം ബമ്പർ എടുക്കാനുള്ള ആകാംക്ഷയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ താണ്ടി, അതിർത്തികൾ താണ്ടി അവരിവിടേക്ക് എത്തി ഈ ടിക്കറ്റുകൾ വാങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലർക്ക്, മലയാളികൾ അല്ലാത്തവർക്ക് പോലും ടിക്കറ്റ് അഭാഗ്യം കടാക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ 25 കോടി രൂപ വാങ്ങിയിട്ടുള്ളത് മലയാളി തന്നെയാണോ അതോ അതിർത്തി കടന്നെത്തിയ ആരെങ്കിലും ആണോ എന്നത് നമുക്കറിയണം. ഇനി ഒരു വ്യക്തിക്കാണോ അതോ പലപ്പോഴും നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് എടുത്ത ടിക്കറ്റുകൾക്ക് ഇത്തരത്തിൽ സമ്മാനം അടിക്കാറുണ്ട്, ആ വലിയ തുക അടിക്കാറുണ്ട്. അപ്പോൾ ഇനി ഗ്രൂപ്പിനാണോ, ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്ത ടിക്കറ്റിനാണോ ആ സമ്മാനത്തുക അടിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഭാഗ്യശാലിയെ അല്ലെങ്കിൽ ആ ഭാഗ്യശാലികളെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പാണ്. ലതീഷിന്റെ അടുത്തേക്ക് ആജ്ഞ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആജ്ഞ അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ലതീഷിനടുത്തേക്ക് എത്തും. അപ്പോൾ ലതീഷ് നമ്മളുമായി പങ്കുവയ്ക്കും ആർക്കാണ് താൻ ആ ഭാഗ്യ ടിക്കറ്റ് വിറ്റത് എന്നുള്ളത്. എന്തായാലും ആ ആകാംക്ഷ നിറഞ്ഞ ആ നിമിഷങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. എന്തായാലും റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. 500 രൂപയുടെ 75 ലക്ഷം രൂപ, ക്ഷമിക്കണം, 75 ലക്ഷം ടിക്കറ്റുകളാണ് വിപണിയിലേക്ക് എത്തിയത്. ആ ടിക്കറ്റ് മുഴുവൻ വിറ്റുപോയി. റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. തുടക്കത്തിൽ ചരക്കു സേവന നികുതിയുടെ ഈ മാറ്റവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ അപ്രതീക്ഷിതമായ കനത്ത മഴയും ഒക്കെ ഈ ടിക്കറ്റ് വിൽപ്പനയെ ഒന്ന് കാര്യമായി ബാധിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് സർക്കാർ ഈ ഒരു തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് തീയതി മാറ്റിവെക്കുന്നതും ടിക്കറ്റുകൾ ആളുകൾക്ക് വാങ്ങാൻ കുറച്ചുകൂടി സമയം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അതിന് പിന്നാലെ നടന്നത് റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ ഒരു നറുക്കെടുപ്പ് ദിനം എത്തിയിരുന്നു. എല്ലാ മലയാളികളും, ടിക്കറ്റ് എടുത്ത എല്ലാ മലയാളികളും കാത്തിരുന്ന ഒരു ദിവസമാണ്. അങ്ങനെ 25 കോടിയുടെ ഭാഗ്യശാലിയെ, ആ നമ്പർ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. പാലക്കാട് സീരീസിൽ വിറ്റ ടിക്കറ്റിനാണ് ആ 25 കോടി ലഭിച്ചിട്ടുള്ളത്. TH 577825
എന്നതാണ് ആ ഭാഗ്യ നമ്പർ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാത്ത ആളുകൾക്കും സ്വാഭാവികമായും കൗതുകം ഉണ്ടാകും. ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ. ടിക്കറ്റ് എടുത്തവർക്ക് അതിലേറെ ആകാംക്ഷയുണ്ടാകും. തങ്ങൾക്കടിക്കാതെ പോയ 25 കോടി കിട്ടിയ ആ ആൾ ആരാണ് എന്നറിയാനുള്ള മറ്റുള്ളവർക്കുള്ള ഒരു ആകാംക്ഷ കൂടിയും ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പോൾ എല്ലാവരും 2 മണി മുതൽ ഒരു മണി മുതൽ തന്നെ ഈ ടിക്കറ്റും എടുത്തു വെച്ചുകൊണ്ട് തങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റുമായി ടിവിയുടെ മുമ്പിൽ നമ്പർ നോക്കി ടെൻഷൻ അടിച്ചിരുന്ന നിമിഷമായിരുന്നു. അതിനുശേഷം ആ ഭാഗ്യശാലികളായിട്ടുള്ള ആളുകളുടെ ഇപ്പോൾ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഒരുപാട് ഭാഗ്യശാലികളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 കോടി രൂപ ലഭിച്ച 20 പേരുണ്ട്, 50 ലക്ഷം രൂപ ലഭിച്ച 20 പേരുണ്ട്, 5 ലക്ഷം രൂപ വീതം ലഭിച്ച 10 പരമ്പരകളുണ്ട്. അത്രയും ടിക്കറ്റുകളുണ്ട്. 5ാം സമ്മാനമായി 2 ലക്ഷം രൂപ 10 പരമ്പരകൾക്കാണ് ലഭിച്ചത്. അപ്പോൾ അത്രയും ആളുകൾക്ക് ഈ സമ്മാനത്തുക ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ആ 25 കോടിയുടെ വൻ സമ്മാനത്തുക ലഭിച്ച ഭാഗ്യശാലിക്കായി ഇനി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ആ സബ് ഏജന്റ് ലതീഷിന്റെ കടയിലേക്ക് എത്തും. അപ്പോൾ ലതീഷിൽ നിന്ന് തന്നെ നമുക്കറിയാം ആരാണ് ആ ടിക്കറ്റ് വാങ്ങിയത് എന്നതിനെക്കുറിച്ചൊരു സൂചന ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം, ഈ അവസാന നിമിഷം ഈ നറുക്കെടുപ്പ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നടന്ന വിൽപ്പനയിൽ പോയ ടിക്കറ്റിനല്ല ഈ ബമ്പർ സമ്മാനം അടിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിറ്റുപോയ ടിക്കറ്റിനാണ് ഈ 1ാം സമ്മാനം അടിച്ചിട്ടുള്ളത് എന്നതാണ്. എന്തായാലും നെട്ടൂരിലാണ് ഈ ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നെട്ടൂരിലുള്ള ആൾക്ക് തന്നെയാണോ അത് ടിക്കറ്റ് അടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആജ്ഞയിലേക്ക് നമുക്ക് എത്താം. ദേ ആജ്ഞ ആ ലതീഷിന്റെ കടയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആജ്ഞ അവിടെ എത്തിയിട്ടുണ്ട്. ലതീഷാണോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്? ആജ്ഞയിലേക്ക് നമുക്ക് എത്താം. എന്തായാലും ആ ഭാഗ്യ ഏജന്റ് ലതീഷിന്റെ ലോട്ടറി കടയിലാണ് നമ്മൾ ഉള്ളത്. ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് 25 കോടിയുടെ ആ ബമ്പർ സമ്മാനം അടിച്ചിട്ടുള്ളത്. അപ്പോൾ ലതീഷിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഓരോ മലയാളിയും ഇനി കാത്തിരിക്കുന്നത്. ആ ഭാഗ്യശാലി ആരാണ്, എവിടെയുള്ള വ്യക്തിയാണ്, ഏത് ദിവസം വിറ്റുപോയ ടിക്കറ്റാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉറപ്പായും സൂചന ലതീഷിനുണ്ടാകുമല്ലോ. അപ്പോൾ ലതീഷിന്റെ വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലതീഷിലേക്ക്. 3 മാസം 1 കോടി അടിക്കാൻ ഞാൻ 1 കൊല്ലം തൊട്ടിട്ട് ടിക്കറ്റ് കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പൊ ബമ്പർ പഠിച്ച് പറ്റടിച്ചടാ. ഇപ്പൊ ഇത് പഠിച്ച് അത് എടുത്തവന്റെ ഭാഗ്യവും വിറ്റവന്റെ ഭാഗ്യവും കൂടി ചേർന്നപ്പോ അതൊരു മഹാഭാഗ്യമായി മാറി. എന്തായാലും ഞാൻ 100% സന്തോഷവാനാണ്. ഇത്രയും കാശ് കിട്ടുമ്പോ സന്തോഷവാനാകാതിരിക്കണേ എങ്ങനെ? അതിലും സന്തോഷവാനാണ്. 2.5 കോടി രൂപ കിട്ടും. നേരത്തെ 1 കോടി രൂപയുടെ പ്രൈസ് മണിയും അടിച്ചു. ലതീഷ് എന്ന് പറയുന്ന ഏജന്റ് ഒരു ഭാഗ്യ ഏജന്റായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എടുക്കണവന്റെ ഭാഗ്യം കൂടിയാണ്. ഹലോ ചേച്ചി, ഫസ്റ്റ് അടിച്ച് ഞാൻ രാവിലെ പറഞ്ഞു പോകുന്നില്ലേ? ഓക്കെ ചെല്ലു. ഓക്കെ താങ്ക് യു. ഓക്കെ ചേട്ടനോട് പറഞ്ഞേക്കാം, ഓമന ചേച്ചിയോട് പറഞ്ഞേക്കട്ടാ. ഓമന ചേച്ചിയോട് വിളിക്കാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തട്ടൽ വിട്ടാ എന്തെങ്കിലും സന്തോഷമാണ്. സന്തോഷം എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല സന്തോഷവാനാണെന്നുള്ള കാര്യം. ഞാൻ 100% സന്തോഷവാനാണ്. ഞാൻ എനിക്കും ചെറിയൊരു ലോട്ടറിയിൽ അടിച്ചത്. ചെറിയ ലോട്ടറിയല്ല, വലിയ ലോട്ടറിയല്ല എനിക്കും അടിച്ചത്. അപ്പൊ ഞാനും സന്തോഷവാനാണ്. ഇപ്പൊ ഒരു ലഡു